കേരള സംസ്ഥാനത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാനക്കേടാണ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മാനക്കേടാണ്. KSRTC ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളോട് കോൺഗ്രസ് പറഞ്ഞിരുന്നത് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. KSRTCയിലേക്ക് നടത്തുന്ന മാർച്ചിലേക്ക് ഉദ്ഘാടനം ചെയ്യാനൊക്കെ നവ്യ ഹരിദാസ് ചേരുകയാണ്. മന്ത്രിസഭ ഇന്നലെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഇവളൊരു മന്ത്രിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മഹിളാ മോർച്ചയുടെ ഈ സമരത്തിന്റെ പ്രസക്തി എന്താണ്? മെയ് 4-നാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഈ സംസ്ഥാനത്തിന്റെ റിസൾട്ട് വരുന്നതിനോടൊപ്പം മറ്റ് 4 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വന്നിരുന്നു. ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും സത്യപ്രതിജ്ഞ കഴിയുകയും വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞിരുന്ന കാര്യം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ സുവേന്ദു അധികാരി ഒപ്പിട്ടിരിക്കുകയാണ് ആ കാര്യം. അപ്പോൾ ഈ കേരള സംസ്ഥാനത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാനക്കേടാണ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മാനക്കേടാണ്. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ഇന്റേണൽ ചർച്ച കാരണം നമുക്കറിയാം ഈ സംസ്ഥാനത്ത് ഇലക്ഷൻ ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു മാസം പിന്നിട്ടും ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ അതിനുശേഷവും ഇന്ന് 15-ാം തീയതിയായി ഇത്ര ദിവസമായിട്ടും കോൺഗ്രസിൻ്റെ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഇപ്പം 100 ചില്ലാനും സീറ്റ് വാങ്ങി അധികാരത്തിലേറിയിരിക്കുന്നത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ പൊതുസമൂഹത്തിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അലംഭാവം, ഈ സമൂഹത്തോട് ഇത്രയേറെ ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം ഈ സ്ത്രീജനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. സമരത്തിന്റെ രീതി എങ്ങനെയാണ്? സമരം ഞങ്ങൾ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊന്നല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്. KSRTC ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളോട് കോൺഗ്രസ് പറഞ്ഞിരുന്നത് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. MP ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, MP ശ്രീ KC വേണുഗോപാലും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലക്കാട് നിന്നും വിജയിച്ചിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ KSRTC ബസ്സിൽ കയറി അതിലുള്ള സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ് 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയാണ്, ഏത് സ്ത്രീകൾക്കും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് കോൺഗ്രസ് പാലിക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്. കോൺഗ്രസിന്റെ ഇലക്ഷൻ സമയത്തുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് ഉള്ള സൗജന്യ യാത്ര എന്നുള്ളത്. നാളിതുവരെ ആയിട്ടും അതിനൊരു തീരുമാനമുണ്ടാകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ സമരപരിപാടിയിൽ ഇന്ന് തിരുവനന്തപുരം KSRTC ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച ഈ ഒരു സമരത്തിൻ്റെ ആ ഒരു രൂപം നടത്തുന്നതെന്ന രീതിയിലാണ് അറിയാൻ കഴിയുന്നത്. സൗജന്യ ടിക്കറ്റ് തന്നേ തീരൂ. ഭാരത് മാതാ കേ ടിക്കറ്റ് ഞങ്ങൾക്ക് സൗജന്യമായി തന്നേ തീരൂ. എത്ര പേര് അവര് പൈസ
പൈസ വാങ്ങുന്നില്ല, ടിക്കറ്റ് തരുള്ളൂ, പിന്നെ എന്തിന് സമരം ചെയ്യുന്നു? നിങ്ങൾ ടിക്കറ്റ് തന്നോ? അപ്പൊ മീഡിയക്കാർ ആദ്യം തരട്ടെ. അല്ല, മീഡിയക്കാർക്ക് സീറ്റ് തരണം. മീഡിയക്കാർക്ക് സീറ്റ് തരണം. മീഡിയക്കാർക്ക് സീറ്റ് തരണം. നമ്മളെ ടിക്കറ്റ് എടുത്തോളാം. സമയം വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം സീറ്റ് ഇരിക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കണം. ആദ്യം സീറ്റ് ഇരിക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കണം. സീറ്റ് ഇരിക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കണം. യാത്ര ചെയ്യാൻ പറ്റുമോ? ഞങ്ങളെ അവകാശം നേടിയെടുത്തു. നീതി ഞങ്ങൾ നേടിയെടുക്കും. പറയുന്നതാരെന്നറിയാമോ? മഹിളാ മോർച്ചയാണല്ലോ. ജയ് ജയ് BJP. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് മഹിളാ മോർച്ച. പിന്നെ എന്തിനാണ് നമ്മൾ ഞങ്ങൾ വലിയ പ്രതിഷേധം നീതി ലഭിക്കും.